ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ സഹോദര സഹോദരി, നിനക്ക് നല്ലൊരു ജീവിതം നേരുക, നല്ലൊരു ദിവസം നേരുക. ഈശോ നിൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരട്ടെ. വിശുദ്ധ മത്തായി അറിയിച്ച സുവിശേഷം 6-ാം അധ്യായം 1-ാം തിരുവചനം. മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി അവരുടെ മുമ്പിൽ വച്ച് നിങ്ങളുടെ സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ, അല്ലെങ്കിൽ നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവിങ്കൽ നിനക്ക് പ്രതിഫലമില്ല. ഈശോ ശക്തമായ രീതിയിലാണ് പറയുക, നിൻ്റെ സൽക്കർമ്മങ്ങളും നിൻ്റെ പ്രവർത്തികളും മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി ആയിരിക്കരുത്. അങ്ങനെ ആയാൽ നിനക്ക് സ്വർഗസ്ഥനായ പിതാവിൻ്റെ പക്കൽ പ്രതിഫലമില്ല. പിന്നെ എങ്ങനെയായിരിക്കണം എന്ന് പറയുക? അത് സ്വർഗം കേന്ദ്രീകരിച്ചുകൊണ്ടുള്ളതായിരിക്കണം. സ്വർഗം മാത്രം കാണണം എന്നുള്ള ഉദ്ദേശത്തോടെ ആയിരിക്കണം. നിൻ്റെ ദൈവത്തിന് നീ സമർപ്പിക്കുന്ന ബലി ആയിരിക്കണം നിൻ്റെ ജീവിതത്തിലെ സൽപ്രവർത്തികൾ. അത് നിൻ്റെ ദൈവം മാത്രം കണ്ടാൽ മതി. തീർച്ചയായിട്ടും ആ ദൈവം നിനക്ക് പ്രതിഫലം നൽകും. സ്വർഗത്തെ കേന്ദ്രീകരിച്ചുകൊണ്ട് നന്മ ചെയ്യുവാനായിട്ട് നിനക്ക് സാധിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കണ്ണുകൾ അടച്ചെന്ന് കരങ്ങൾ കൂപ്പാം. നല്ലവനായ കർത്താവേ, നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ഈശോയെ, ഈ വ്യക്തിയെ അനുഗ്രഹിക്കണോ എന്ന് പ്രാർത്ഥിക്കുകയാണ്. നിന്നിലേക്ക് മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് നന്മ ചെയ്യുവാനായിട്ട് എല്ലാവിധ ദാനങ്ങളും കൃപകളും ഈ വ്യക്തിക്ക് നീ നൽകണമേ. നിന്റെ നാമത്തിൽ ഈ ദിവസം അനുഗ്രഹിക്കപ്പെടട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. അങ്ങേ പോലൊരു ദൈവമില്ല. ഉന്നതൻ നീ, അത്യുന്നതൻ നീ, അങ്ങേ പോലൊരു ദൈവമില്ല. അത്ഭുതവാൻ, അതിശയവാൻ, നീ മാത്രമേ ദൈവമേ.